ഹലോ ഗൈസ്, ഞാനപ്പോൾ ഇന്നൊരു മുട്ട ബജി ഉണ്ടാക്കിയ കഥ പറയാം കേട്ടോ. ഈ മുട്ട ബജി ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ മുട്ട ബജിയാണോ അതോ ഇതിൻ്റെ പേര് മാറ്റി മുട്ട പൊട്ടിത്തെറിച്ചത് എന്നാക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് പേരാണ് ഇതിന് കറക്റ്റായിട്ട് ചേരുന്നതെന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചു, ബാറ്ററും റെഡിയാക്കി, ഒരു ചട്നി റെഡിയാക്കി കേട്ടോ. ഇതിനകത്ത് വയ്ക്കുക നമ്മുടെ നോർമൽ ചട്നി തന്നെയാണ്. ചട്നിയിൽ ഒരല്പം പുളി എക്സ്ട്രാ ചേർക്കുന്നു എന്ന് മാത്രം. അതിനെയും ക്രഷ് ചെയ്ത് വെച്ച് മുട്ടയെടുത്ത് പകുതി മുട്ടയിൽ ഒരു മുട്ടയുടെ സൈസിന് ചട്നിയൊക്കെ വെച്ച് മാവിലോട്ട് ഇട്ട് മുക്കി റെഡിയാക്കിയെടുത്ത് നല്ല തിക്ക് ബാറ്റർ തന്നെ റെഡിയാക്കണം കേട്ടോ. അങ്ങനെ റെഡിയാക്കി എണ്ണയിലോട്ട് ഇടുകയും ചെയ്ത് ആദ്യത്തേതൊക്കെയായിരുന്നു. രണ്ടാമത്തത് ഇട്ടതും പിന്നെ ഒരു പൂരപ്പറമ്പായിരുന്നു എൻ്റെ കിച്ചൺ. എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്നും മനസ്സിലായില്ല. നോക്കി, ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം അകത്തെല്ലാം പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയതിനെല്ലാം വാരിപ്പറക്കിയെടുത്ത് ഞാൻ ഡെക്കറേഷനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ, അതുകൊണ്ട് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ അതുണ്ടാക്കിയ നേരത്തുള്ള എൻ്റെ ഒരു അനുഭവം ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഓർക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒരാഴ്ച പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്താ.